ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ഈശ്വരകൃപ, എല്ലാ നന്മകളും ആയുരാരോഗ്യവും രോഗശാന്തിയും ഒക്കെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് കഴിഞ്ഞ ദിവസം ഭഗവത്ഗീത ഭഗവാൻ എന്താ അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങൾ എനിക്കറിയാവണ്ണം ഞാൻ പറഞ്ഞു. നമുക്ക് അതിൻ്റെ ബാക്കി നമുക്ക് ഇന്ന് വായിക്കാം. അറിയാവണ്ണം പറയാം. എനിക്കും പഠിക്കാം, മക്കൾക്കും പഠിക്കാം. അതിൽ കൂടുതൽ പഠിക്കാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ അന്നേരം നമുക്ക് ബാക്കി പഠിക്കാം. ഇപ്പം കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഊഹം പോലെ ഞാൻ പറയാം. അതേ എനിക്കറിയൂ, ഞാനിത് പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വായിച്ചത്, അതായത് അർജുനന് എന്താ രണ്ട് കൂട്ടരിലും നിൽക്കുന്ന ആൾക്കാരെ കണ്ട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഭഗവാനോട് പറഞ്ഞ്, എന്നെ അവിടെ രഥം കൊണ്ടുവന്ന് അവിടെ നിർത്തി കാണിക്കൂ, ഇരുകൂട്ടരെ ഞാനൊന്ന് കാണട്ടെ, യുദ്ധം ചെയ്യാൻ ആരൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ അല്ലയോ കൃഷ്ണ, യുദ്ധത്തിന് ആഗ്രഹത്തോടെ കാത്തു നിൽക്കുന്ന ഈ ബന്ധുജനങ്ങളെ കണ്ടിട്ട് എൻ്റെ അംഗങ്ങൾ തളരുന്നു, വായു വരളുകയും ചെയ്യുന്നു, എൻ്റെ ശരീരത്തിൽ രോമാഞ്ചവും വിറയലും ഉണ്ടാകുന്നു. ഭഗവാനെ കൃഷ്ണ, എന്താ വേണ്ടത്? ഇത് കണ്ടിട്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ലല്ലോ ഭഗവാനെ. ഗാണ്ഡീവം എന്ന പേരുള്ള എൻ്റെ വില്ലാണെങ്കിലോ പിടിമുറുകാതെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. ശരീരത്തിലുള്ള തൊലി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. തേരിൽ ഇരിക്കുന്നതിന് കൂടി ഞാൻ ശക്തനാകുന്നില്ല. എൻ്റെ മനസ്സ് ചഞ്ചലിച്ചു കൊണ്ടിരിക്കുന്നതായി തോന്നുന്നു. ചഞ്ചലമുണ്ടായാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല. മനസ്സിനെ ഏകാഗ്രമാക്കണമെങ്കിൽ ഇതിനെല്ലാം മുക്തനാവണം. അപ്പോൾ ഇങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മളിന്ന് പലരും അങ്ങനെയാണ്. പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഓരോരുത്തർ ധ്യാനയോഗത്തിന് പോകും, പക്ഷേ മനസ്സ് നിൽക്കുന്നില്ല. മനസ്സിനെ ഇളക്കം, മറ്റു പലതും ആലോചിക്കുമ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇതിനെല്ലാം നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടണം. ഇത് കുതിരയെ പോലെ ഈ മനസ്സ്. കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട് പിടിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ ഈ ഈ ഇളക്കമുണ്ടാകും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമാണ് ഭഗവാന്റെ ഉപദേശം ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് അത് ഇത്രയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. നമുക്കിനി അതിൻ്റെ ബാക്കി വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ ശ്ലോകം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോ അനുപശ്യാമി ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. അല്ലയോ ഭഗവാനെ കേശവ, വിപരീതമായ ശകുനങ്ങൾ ഞാൻ കാണുന്നു കൃഷ്ണ. യുദ്ധത്തിൽ ബന്ധുജനങ്ങളെ കൊന്നതിന് ശേഷം യാതൊരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല. ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ യുദ്ധം ചെയ്യുമ്പോൾ ഇവരൊക്കെ ആരാ മരിക്കുക? അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ ബന്ധക്കാരാണ്. അങ്ങനെ ഇവരെ ത്യജിച്ചിട്ട് അത് കൊന്നിട്ടെന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആത്മീയത്തെ ചിന്തിക്കുമ്പോൾ ഇതിനെയൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളാ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന എല്ലാം എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ മക്കളൊക്കെയാണ്. ഞാൻ എങ്ങനെ അവരെ നിഗ്രഹിക്കും? ഇവരെ നിഗ്രഹിച്ചിട്ട് എനിക്ക് ഒരു കാര്യവും സാധിക്കണ്ട, എനിക്ക് ഒരു ശ്രേയസ്സും വേണ്ട, എനിക്ക് ദൈവരാജ്യവും വേണ്ട, എനിക്കൊരു ആത്മാനന്ദ അനുഭൂതിയും വേണ്ട, എനിക്ക് ബ്രഹ്മത്തെയും ചേരണ്ട, ഒന്നും വേണ്ടെന്ന് ഇവിടെ അർജുനൻ പറയുന്നു. ഇന്ന് ലോകത്ത് കാണുന്നതും ഇത് തന്നെയാണ്. ഈ ലോകം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം ഒരമ്മയ്ക്ക് 2-4 മക്കളുണ്ടെങ്കിൽ 3 പേരും ഒരു പക്ഷം, ഒരാൾ വേറൊരു പക്ഷം. ഈ 3 മക്കൾ ഒരു പക്ഷം കൊണ്ട് പിടിച്ചു പറിക്കുന്നത്, ഞങ്ങൾക്ക് കൂടുതൽ വേണമെന്നും പറഞ്ഞ്. ഒരുത്തൻ പറയുന്നത്, നിങ്ങളെല്ലാം കൊണ്ടുപോക്കോ, എനിക്ക് രാജ്യവും വേണ്ട, ശ്രേയസ്സും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളെ മതി, എൻ്റെ സ്വന്തക്കാരെ മാത്രം മതി. അതുകൊണ്ട് എനിക്ക് ആരെയും ത്യജിക്കാൻ വയ്യ, കൊല്ലാൻ വയ്യ, എനിക്ക് വസ്തുവും വേണ്ട, വകയും വേണ്ട, രാജ്യവും വേണ്ട, ശ്രേയസ്സും വേണ്ട. ഇതാണ് അർജുനൻ്റെ നിലപാട്. അതുകൊണ്ട് നിങ്ങൾ എന്തോ കൊണ്ടുപോക്കോ, എന്നെ കൊന്നോളൂ, എന്നാലും എനിക്ക് നിങ്ങളെ കൊല്ലാനോ ത്യജിക്കാനോ ആത്മീയത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ത്യജിക്കണം മനസ്സുകൊണ്ട്. കാരണം ഉള്ളിലെ ആ ഒരു ഭ്രമം മാറ്റണം. എൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ 65-ാം വയസ്സിലും 70-ാം വയസ്സിലും നമ്മൾ എങ്ങനെ പിരിഞ്ഞ് ഈശ്വരനിലേക്ക് പോകാൻ പറ്റും? ഒരു വീട്ടിലായാൽ പോലും ഏകാഗ്രത കിട്ടത്തില്ല. മനസ്സ് ചഞ്ചലിക്കാതിരിക്കണമെങ്കിൽ അയ്യോ എൻ്റെ കുട്ടി എവിടെ പോയി കിടക്കുന്നു, ധ്യാനിക്കാതിരിക്കുക. കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് വന്നു, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ചിന്ത ഇങ്ങനെ പോവുകയും കടിഞ്ഞാടാൻ ഒക്കത്തില്ല. ഇതന്നാണ് ത്യജിക്കണമെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ മനസ്സുകൊണ്ട് ത്യജിച്ചെങ്കിൽ മാത്രമേ ഏകാഗ്രതയായിട്ടിരുന്ന് പരമാത്മാവിൽ ചേരാൻ പറ്റില്ല. വനത്തിലൊന്നും പോണ്ട. ത്യജിച്ചെന്ന് പറയാൻ എന്താ? ഉള്ളിൽ നിന്നുള്ള ഭ്രമം എടുത്ത് കളയുക, അത്രയേ ഉള്ളൂ. കാരണം
മുതിർന്നവർ അവരുടെ നമ്മുടെ മക്കൾ സ്വന്തം കാലിൽ നിൽക്കാറായെങ്കിൽ നമുക്ക് പിന്നെ അവരുടെ കാര്യത്തിലേക്കുള്ള വെപ്രാളം വേണ്ട. അവരവരുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. നമുക്ക് പ്രായം കഴിഞ്ഞു, നമുക്ക് 70 90 ആകുമ്പോഴാണ് അന്ന് ഈശ്വരാന്ന് നമ്മൾ വിളിച്ചാൽ ഭഗവാൻ പറയും നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും. അതെന്താ, നമ്മൾ മക്കളെ മാത്രം നോക്കി നോക്കി നിന്ന് നേരം പോയി, നേരം വൈകി, അവസാനം ഗത്യന്തരമില്ല, ശ്വാസം വലിക്കുക. അയ്യോ, അപ്പോഴും മക്കളെ വിളിച്ചാൽ മക്കൾ ദൂരെ പോയി നിൽക്കും. അവർ മൂത്രവും തീട്ടവും ഒന്നും എടുക്കത്തില്ല. അപ്പോഴും ഭഗവാനേ ആരും എനിക്കില്ലേ, എനിക്ക് ആരുമില്ലേ എന്ന് വിളിച്ചാൽ ഭഗവാൻ പറയും നിന്നെ ഞാൻ അറിയുന്നില്ല കുഞ്ഞേ എന്ന് പറയും. അതിനെന്ത് വേണം? നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഒരു 65 വയസ്സൊക്കെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു 60-ന് മുമ്പേ തന്നെ വേണം. ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ എന്ത് വേണം? നമുക്ക് മക്കൾക്ക് ഒരുവിധം ആയിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം അവർ നോക്കിയാൽ നമുക്ക് ഉത്തരവാദിത്തം അങ്ങ് അവരെ ലയിപ്പിച്ചാൽ നമുക്ക് എന്തെങ്കിലും കണ്ടും കേട്ടും നോക്കിയും ജീവിച്ചിട്ട് ഈശ്വരനിലേക്കുള്ള ഒരു വഴിയിലേക്ക് അങ്ങ് തിരിയാം. അപ്പോൾ നമുക്കുള്ള മനസ്സിൽ ഭ്രമം ഉണ്ടാവത്തില്ല. ഇത് ഇന്ന് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് ആ ഭ്രമം. മക്കൾക്ക് സുഖമായി അവരെവിടെയെങ്കിലും ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കും, സുഖഭേദി, അല്ലെങ്കിൽ വല്ല വർക്കും ചെയ്ത് അത് നോക്കി അവരുടെ തൊഴിൽ വേണം. ഈ അമ്മയും അച്ഛനെയൊക്കെ നോക്കണേ തൊഴിലുണ്ട്. പക്ഷേ ഈ പണ്ടും നമ്മൾ തൊഴിൽ ചെയ്താണ് മറ്റുള്ളവരെ നമ്മൾ നോക്കിയുള്ളതെന്ന് ചിന്തിക്കുന്നില്ല. ഞങ്ങൾ കൊണ്ടുവന്നേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ അടിമപ്പണി ചെയ്ത് ഇവിടെ കിടന്നോ, കൊച്ചുങ്ങളെ നോക്കി അവർ ചോറും വാരിക്കൊണ്ട് ഇങ്ങനെ കിടന്നോ. ഇതാണ് ഇന്നത്തെ ലോകം. അപ്പോൾ എന്ത് വരുന്നു? അർജുനൻ ഇതുപോലെ നിങ്ങൾ എന്നെ കൊന്നാലും ശരി എനിക്ക് നിങ്ങളെ വേണം, എൻ്റെ സ്വന്തവും ബന്ധുവാണ്, എനിക്ക് കളയാൻ പറ്റത്തില്ല എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ കഴിയുന്നു. അതുകൊണ്ട് ഭഗവാനോട് പറയുന്നു, യുദ്ധത്തിൽ ബന്ധുജനങ്ങളെ കൊന്നതിന് ശേഷം യാതൊരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല ഭഗവാനെ. എന്നുവെച്ചാൽ എന്താ, എനിക്ക് വസ്തുവും വേണ്ട, രാജ്യവും വേണ്ട, ഒന്നും വേണ്ട. ഈ ലോകത്തിൽ ഒന്നിനും ത്യജിക്കാനും വയ്യ. അവരെല്ലാം എടുത്തോട്ടെ, എന്നാലും എനിക്ക് എൻ്റെ സ്വന്തവും ബന്ധവും മാത്രം മതി, കെട്ടിപ്പിടിച്ചിരുന്നാൽ മതി, എനിക്ക് വകയൊന്നും വേണ്ട. അത് ഈ ലോകം. ആത്മീയ ലോകത്തിലേക്ക് ഇവരെ അങ്ങോട്ടൊന്ന് മാറ്റി നിർത്തും, മനസ്സുകൊണ്ടൊന്ന് മാറ്റി നിർത്തിട്ട് ഏകാഗ്രമായ ഒരു മുറിയിലോ അങ്ങനെ പോയി ഈശ്വരനെ അല്പനേരം ആരാധിക്കാനോ, ഒരു ഗ്രന്ഥം ഭഗവത്ഗീതയോ ഭാഗവതോ ഒന്ന് അരമണിക്കൂർ ഒന്ന് വായിച്ചിരിക്കാനോ സമയവും കിട്ടത്തില്ല. സമയം കിട്ടും, പക്ഷേ അവർക്ക് മെനക്കെടാൻ വയ്യ. അവർക്ക് ആ സമയത്ത് ടി വിയിലോ അല്ല കോമഡിയോ സിനിമയൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ വയസ്സെന്നുള്ള കാര്യമാണ് പറയുന്നത്, ഭക്തന്മാർക്ക് വേണ്ടി. അല്ലാതെ ചെറുപ്പക്കാർക്ക് എന്ത് കണ്ടാലും പ്രശ്നം എനിക്കില്ല. കാരണം അവർ ജീവിക്കേണ്ട സമയത്ത് അവർ ജീവിക്കുക, ഈശ്വരനെ അറിഞ്ഞു പോകണമെന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ ലോകത്തിലെ എല്ലാം അവർക്ക് വേണമല്ലോ. പക്ഷെ പ്രായം ചെന്ന വല്യപ്പന്മാർ കുഴിയിലേക്ക് കാലിനിട്ടിരിക്കുന്നവർക്ക് അല്പനേരം ഒരു രാമായണോ ഭാഗവതോ എടുത്ത് അല്പനേരം ഭഗവാനിൽ ചിന്തിച്ചിരിക്കണ്ടേ? അതിനവർക്ക് കഴിയത്തില്ല. അവർക്കതിന് സമയവും ഇല്ല, കഴിയത്തുമില്ല. ആ സമയത്ത് ചിരിക്കുന്ന വല്ലതും ഉണ്ടോ, കോമഡി കാണാനുണ്ടോ? അത് കണ്ടുകൊണ്ടിരിക്കും. ഓരോരുത്തരുടെ പ്രായം അനുസരിച്ച് വേണം എല്ലാം നമ്മൾ കാണിക്കാൻ ചെയ്യാനും. അതുകൊണ്ട് ഭഗവാൻ നിർബന്ധമായും ഈ അർജുനന് കൊടുക്കുന്ന ഉപദേശം എന്താ? നീ കർമ്മം ചെയ്യൂ, നീ ചെയ്യണ്ട, എന്നിൽ അർപ്പിച്ചങ്ങ് ചെയ്തേരേ എന്ന് എത്രയ്ക്കാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാലും ഇദ്ദേഹത്തിന് കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നു, എനിക്ക് ഇവരെല്ലാം ത്യജിച്ചിട്ട് അല്ലെ കൊന്നിട്ട് എനിക്ക് ഒരു ശ്രേയസ്സും വേണ്ട ഭഗവാനെ, എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് വേണ്ട, ഒരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല. എനിക്ക് ഇവർ മാത്രം മതി, എനിക്ക് ഈ ലോകത്തുള്ള സുഖം മതി. കാരണം എനിക്ക് എൻ്റെ അമ്മയും മക്കളും അല്ലെങ്കിൽ സ്വന്തവും ബന്ധമൊക്കെ മാത്രം മതി. 32ാമത്തെ ശ്ലോകം. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. അതിൻ്റെ സാരം, അല്ലയോ ഭഗവാനെ കൃഷ്ണ, വിജയത്തെ അഥവാ രാജ്യത്തെയും സുഖങ്ങളെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ. എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് രാജ്യവും വേണ്ട, എനിക്ക് ഒരു സുഖവും വേണ്ട ഭഗവാനെ, എനിക്ക് വിജയവും വേണ്ട. അല്ലയോ ഗോവിന്ദ, ഞങ്ങൾക്ക് രാജ്യം കൊണ്ടോ സുഖാനുഭവങ്ങൾ കൊണ്ടോ എന്താണ് പ്രയോജനം? അപ്പോൾ അർജുനൻ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് രാജ്യം കൊണ്ടെന്താണ്, എന്താ പ്രയോജനം? ഞങ്ങൾ സുഖം കൊണ്ടെന്താണ്, സുഖാനുഭവങ്ങൾ എന്താ എന്നുള്ള പ്രയോജനം? അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും വേണ്ട. പഞ്ചപാണ്ഡവന്മാർ പറയുക, ഞങ്ങൾക്കിതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ബന്ധുക്കളുടെ സ്നേഹവും സ്വന്തമായിട്ടങ്ങ് ഇരുന്നാൽ മതി, അവരെല്ലാം കൊണ്ടുപോയിക്കോട്ടെ, ഇതുകൊണ്ട് ഞങ്ങൾക്കെന്താ നേട്ടം? ഇതൊന്നും വേണ്ട കൃഷ്ണ, അതിലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഭഗവാൻ എന്താ പറയുന്നത്? ഇതിനെയൊക്കെ ത്യജിച്ചിട്ട് നിഗ്രഹിച്ചിട്ട് നീ ദൈവരാജ്യത്തിലേക്ക് പിടിക്കൂ, ഈശ്വരനെ അറിയൂ, ആത്മീയമായ നിർവൃതി അടയൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് ഇദ്ദേഹത്തിന് എന്ത് വേണ്ട? എനിക്ക് രാജ്യവും അങ്ങനെയുള്ള ശ്രേയസ് ഒന്നും വേണ്ട ഭഗവാനെ, എനിക്ക് ഇവരെ പിരിഞ്ഞു പോകാൻ വയ്യ. അത്ര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ സ്വന്തം, എൻ്റെ ആൾക്കാർ,
അതുകൊണ്ട് എനിക്കതിൽ നിന്ന് അവരെ ഒന്ന് പിരിഞ്ഞു മാറാൻ വയ്യ ഭഗവാനെ. എനിക്ക് അങ്ങനെ അവരെ ഇല്ലാതാക്കിയിട്ട് അവരെ ത്യജിച്ചിട്ട് എനിക്കങ്ങനെ ശ്രേയസ് എനിക്ക് വേണ്ട. എനിക്ക് സുഖങ്ങളും വേണ്ട, എനിക്ക് രാജ്യവും വേണ്ട. അതുകൊണ്ട് എന്താണ് എൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു. അപ്പോൾ 33 പറയുന്നു, യേഷാം അർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനി ച ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യ പിതര പുത്രാസ്തഥൈവ ച പിതാമഹ മാതുല ശുശ്രുര പൗത്ര സ്യാല സംബന്ധിനസ്തഥാ. അപ്പോൾ പറയുന്നു, ആർക്കു വേണ്ടി രാജ്യവും സുഖാനുഭവങ്ങളും ആഗ്രഹിക്കത്തക്കതാകുന്നുവോ ആ ഗുരുഭൂതന്മാരും പിതാക്കളും പുത്രന്മാരും പിതാമഹന്മാരും അമ്മാവന്മാരും ഭാര്യ പിതാക്കന്മാരും പൗത്രന്മാരും ഭാര്യ സഹോദരന്മാരും മറ്റു ബന്ധുക്കളും പ്രാണനിലും ധനത്തിലും ആശയെ ഉപേക്ഷിച്ച് യുദ്ധത്തിനായി ഉറച്ചു നിൽക്കുന്നു. ഈ മറ്റുള്ളവർ ഇത് എന്താ അവർ ഉറച്ചു നിൽക്കുന്നേ? അവരുടെ പ്രാണൻ പോലും അവർക്ക് വേണ്ട. അവരുടെ സ്വന്തം ബന്ധുക്കളെ പോലും അവർ നോക്കുന്നില്ല. അതാണ് കഷ്ടം. അവർക്ക് രാജ്യം മതി. അവരുടെ പ്രാണനെ പോലും പോയാൽ അവർക്ക് അതൊന്നും ചിന്തിക്കില്ല. ഞാൻ യുദ്ധം എൻ്റെ പ്രാണനും പോകും, ആ ഒരു ചിന്തയില്ല. ഞാൻ യുദ്ധം ചെയ്താൽ ദുര്യോധനം ചിന്തിക്കണമെന്നില്ല. എൻ്റെ സഹോദരങ്ങളാണ് ഇവരെല്ലാം, അവർ നഷ്ടമാവും. ഇതൊന്നും അവർക്ക് ചിന്തയേ ഇല്ല. അവർക്ക് രാജ്യം മാത്രം ചിന്ത. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ ഈ ഒരു യുദ്ധത്തിനായി ഇങ്ങനെ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു. അതൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അവർക്ക് എന്താ വേണ്ടേ? സുഖങ്ങൾ, ഈ ലോക സുഖം. ഈ അനീതി കാണിക്കുന്ന ദുഷ്ടന്മാരായ ദുര്യോധനാദികൾക്ക് ഈ ലോകസുഖം, രാജ്യം, ഈ ഭൂമി കൈവശമാക്കണം, എല്ലാം ഭരിക്കണം, അവർക്ക് തന്നെ ഭരിക്കണം. ഈ പഞ്ചപാണ്ഡവർക്ക് കൊടുക്കത്തില്ല. അതാണ്. അപ്പോൾ അവർ യുദ്ധത്തിനായി തയ്യാറെടുക്കുന്ന, അവരുടെ യുദ്ധം ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ജനങ്ങളെല്ലാം അവരുടെ ബന്ധുവും സ്വന്തവും മക്കളും ഒക്കെയാണ്. അതവർ ചിന്തിക്കുന്നതേ ഇല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ആര് ചത്താലും, സ്വന്തം ദുര്യോധൻ്റെ പ്രാണൻ പോയാലും ശരി തന്നെ, അവർക്ക് ജയിക്കണം, രാജ്യം മതി. അപ്പോൾ 35 ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അപി ത്രൈലോക്യ രാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ. ഭഗവാനോട് പറയുന്നു, ഹേ മധുസൂദന, ഭഗവാനെ കൃഷ്ണ, ഇവർ ഞങ്ങളെ നിഗ്രഹിക്കുന്നവരാണെങ്കിലും 3 ലോകത്തിൻ്റെ ആധിപത്യത്തിനായി പോലും ഞാൻ ഇവരെ നിഗ്രഹിപ്പാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ ദുര്യോധനാദികൾ ഞങ്ങളെ കൊന്നിട്ട് രാജ്യം എടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരാണ് ഈ ദുഷ്ടരായ ദുര്യോധനാദികൾ. അതുകൊണ്ട് ഭഗവാനെ കൃഷ്ണ, ഈ ദുര്യോധനാദികൾ ഞങ്ങളെ നിഗ്രഹിക്കുന്നവരാണെങ്കിലും 3 ലോകത്തിൻ്റെ ആധിപത്യത്തിനായി പോലും ഞാൻ ഇവരെ നിഗ്രഹിപ്പാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവരെ ത്യജിക്കാൻ എനിക്ക് കഴിയത്തില്ല. എനിക്ക് അങ്ങനെയുള്ള സുഖം എനിക്ക് വേണ്ട. അപ്പം എനിക്ക് 3 ലോകത്തിൻ്റെ സുഖവും എനിക്ക് വേണ്ട. പിന്നെയാണോ ഭൂമിയുടെ ആധിപത്യത്തിനായി മാത്രം? ഇവിടെ ഭൂമി രാജാവാനാണ്. ഈ ലോകം പ്രജകളെ രാജ്യഭോഗ സുഖങ്ങൾ അനുഭവിക്കാനാണ് ഇവിടെ യുദ്ധം. ഇന്ന് ലോകത്ത് അങ്ങനെയല്ലയോ? മന്ത്രിയാവണം, എനിക്ക് പിടിക്കണം, എനിക്ക് വേണം എന്നുള്ള ചിന്ത അതാണെന്ന് ലോകത്തിൽ. അതാണ് ഇവിടെ ദുര്യോധനാദികളെ സങ്കല്പിച്ചേക്കുന്നത്. അവർ അതിനു വേണ്ടി പിടിക്കുന്നു. ആര് ചത്താലും വേണ്ടില്ല, ആരെ കൊന്നാലും വേണ്ടില്ല. രാജീവ് ഗാന്ധിയെ ബോംബ് വെച്ചാലും വേണ്ട, ഇന്ദിരാഗാന്ധിയെ ബോംബ് വെച്ചാലും വേണ്ടിയല്ല, അല്ലെങ്കിൽ എന്തോ മനുഷ്യ ബോംബായാലും വേണ്ടിയല്ല. അവർക്ക് ഭരിച്ചാൽ മതി, എതിർ കക്ഷിക്കാർക്ക്. അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ അർജുനൻ പറയുന്നത് എന്താണ്? എനിക്ക് അവരെ നിഗ്രഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഈ 3 ലോകം, അതായത് ത്രിലോകങ്ങളും അതിൻ്റെ ആധിപത്യം എനിക്ക് കിട്ടുന്നെങ്കിൽ പോലും ഞാൻ ഇവരെ നിഗ്രഹിച്ചിട്ട് എനിക്കത് വേണ്ട. പിന്നെയാണോ ഭൂമിയുടെ ആധിപത്യത്തിനായി മാത്രം. അതുകൊണ്ട് എന്നെ അതിന് കിട്ടത്തില്ല കൃഷ്ണ, എനിക്കത് നടക്കത്തില്ല, നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞു. നിഹത്യഥാർത്ഥരാഷ്ട്രാൻ കാ പ്രീതി സ്യാ ജനാർദ്ദന പാപമേവാശ്രയേദ്സ്മാൻ ഹത്വൈതാനാതതായിത. എന്നിട്ട് പറയുന്നു, ധാർത്ര രാഷ്ട്രാദികളെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക? ആതതായികളാണെങ്കിലും ഇവരെ കൊന്നു തീർക്കുന്ന ഞങ്ങളെ പാപം നിശ്ചയമായും ബാധിക്കും. ഇതൊക്കെയാണ് അർജുനൻ്റെ വിഷമം. അവരങ്ങനത്തവരാണെങ്കിലും ഇവരെ കൊന്നു തീർക്കുന്നത് ഞങ്ങളെ പാപം നിശ്ചയം ബാധിക്കും. കാരണം മറ്റുള്ളവരെ വിഷമിപ്പിച്ചാൽ ദുഃഖം, ദുരിതം, പാപം എന്നൊക്കെയാണ് പഠിച്ചു വച്ചേക്കുന്നത് ഈ അർജുനൻ. പക്ഷേ അർജുനന് യഥാർത്ഥ സ്ഥാനത്തേക്ക് പോകണമെങ്കിൽ ഇവരെയൊക്കെ ത്യജിക്കണം എന്നുള്ള ചിന്ത അദ്ദേഹത്തെ നോക്കണ്ട.
മറ്റുള്ളവർ എൻ്റെ ആളുകൾ എങ്ങനെയാണ് നന്നായി കിടക്കണമെന്ന് ഇന്ന് ഒരുപാട് പേര് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എൻ്റെ മക്കളും മരുമക്കളും മറ്റുമെല്ലാം സുഖിക്കണം, അതിന് എന്ത് കോലവും കാണിക്കണം എന്നുള്ള രീതിയിലാണ് സ്വന്തം ജീവനെ നഷ്ടപ്പെട്ട് കളഞ്ഞാലും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്താ, നീ ഇതിനെല്ലാം നിഗ്രഹിച്ചിട്ട് നീ നിന്റെ കാര്യം നോക്ക്, നീ ദൈവരാജ്യം. ഭഗവാൻ എന്താ ചിന്തിക്കുന്നത്, ആത്മീയമായ പരമാത്മ ചേരുക എന്നുള്ളതാണ് ആ രാജ്യത്തിന് വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അർജുനോട്. ഇത് ലോകത്തിലെന്താ നമ്മൾ ചിന്തിക്കണം, ഈ ലോകക്കാർ ചിന്തിക്കേണ്ടതാ, ഇന്ന് എല്ലായിടവും പിടിച്ചുപറിയാണ്, എനിക്ക് ഭരിക്കണം എനിക്ക് ഭരിക്കണമെന്ന്. ആരെ കൊന്നാലും ഇന്ന് നമ്മൾ കാണുന്നതാണല്ലോ, അതും ഇതിനകത്തുള്ളതാ. ഇത് രണ്ടും കൂടെ നമ്മൾ പഠിച്ചു പോകണം. ഇതും വേണം, ആത്മീയവും വേണം. ആത്മീയക്കാർ ആത്മീയം എടുത്തോണം, ഈ ലോകക്കാർ ഇതെടുത്തോ, ഈ ലോകത്തെ പറ്റി ചിന്തിക്കണം. അപ്പം നമ്മൾ എന്ത് വേണം, ആരെയും കൊന്നിട്ടൊന്നും അല്ല ഭരണം വേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. നല്ലവരങ്ങനെ ചിന്തിക്കും. ഇന്ന് ദുഷ്ടന്മാരെല്ലാം അങ്ങനെയാ, ആരെ പിടിച്ചു പറിച്ചെങ്കിലും കൊന്നെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഭരിക്കണം, ജനങ്ങളെ ഭരിക്കണം, ഞങ്ങൾക്ക് എല്ലാം വാരിക്കൂട്ടണം, ആർക്കും കൊടുക്കാതെ. ഇതാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ആതതായികളാണെങ്കിലും ഇവരെ കൊന്നു തീർക്കുന്ന ഞങ്ങളെ പാപം നിശ്ചയമായും ബാധിക്കും. തീ വിഷം ഇതുകൾ കൊണ്ട്, അത് തീ കൊണ്ടും വിഷം കൊണ്ടും ഇതുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചവൻ, ആയുധമെടുത്ത് കൊല്ലാൻ വരുന്നവർ, ധനം ഭൂസ്വത്ത് അന്യൻ്റെ ഭാര്യ ഇവയെ അപഹരിച്ചവൻ, ഇവരെല്ലാം ആതതായികളാകുന്നു. അപ്പോൾ ഈ ദുര്യോധനാദികൾ ആതതായികളാണെന്നാണ്. അങ്ങനെ ആണെങ്കിൽ പോലും അതിനാൽ ആതതായികളായ ദുര്യോധനാദികളെ കൊന്നതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഭഗവാനെ. ഇത്തരം ദുഷ്ടന്മാരാണെങ്കിലും എനിക്ക് അവരെ ത്യജിക്കാൻ വയ്യ ഭഗവാനെ, എനിക്ക് തപസ് ചെയ്യാൻ വയ്യ, എനിക്ക് അവരെ വിട്ടുപിരിയാൻ വയ്യ. എനിക്ക് അവരെൻ്റേതാണ്, എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ ചിറ്റപ്പൻ്റെ മക്കളാണ്, അവരെൻ്റെ സ്വന്തമാണ്. എനിക്ക് അവരെ നിഗ്രഹിക്കാൻ ത്യജിക്കാൻ വയ്യ കണ്ണ. എനിക്ക് ബ്രഹ്മലോകം വേണ്ട, എനിക്ക് ദേവലോകവും വേണ്ട, എനിക്ക് വൈകുണ്ഠലോകവും വേണ്ട, എനിക്ക് കൈലാസവും വേണ്ട ഭഗവാനെ, എനിക്ക് അവരെ ത്യജിക്കാൻ വയ്യ. അതുകൊണ്ട് എന്ത് പറയുന്നു, അങ്ങനെയുള്ള ദുര്യോധനാദികളായ ശത്രുക്കളെ, ഈ ദുഷ്ടന്മാരെ കൊന്നതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുലനാശത്തെ, അതായത് കുലം കുലനാശത്തെ ചെയ്യുന്നവൻ ഏറ്റവും പാപിയാകുന്നു എന്ന് ശാസ്ത്രവുമുണ്ട് എന്ന് ഭഗവാനോട് പറഞ്ഞു കൊടുക്കുക. ആതതായികളെ കൊന്നാൽ ദോഷമില്ല എന്ന അർത്ഥശാസ്ത്രത്തെക്കാൾ അധികം ബലമുള്ളതാകുന്നു കുലനാശം വരുത്തുന്നവൻ പാപിഷ്ടനാകുന്നു എന്നുള്ള ധർമ്മശാസ്ത്രം. അതിനാൽ ആതതായികളാണെങ്കിലും ദുര്യോധനാദികളെ കൊന്നാൽ ഞങ്ങൾക്ക് നിശ്ചയമായും പാപമുണ്ടാകുന്നതാണെന്നും പറഞ്ഞ് ഇദ്ദേഹം വിഷമിച്ചിരിക്കുക. എനിക്ക് കഴിയത്തില്ല കൃഷ്ണ, അവർ എന്തോ ആയിക്കൊള്ളട്ടെ, എനിക്ക് അവരെ നിഗ്രഹിക്കാൻ വയ്യ. ഭക്തന്മാർ പറയുന്നത് എന്താ, ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഭക്തിയുണ്ട്, പക്ഷേ പിരിഞ്ഞിട്ട് ധ്യാനിച്ച് ഒരു നിഷ്ഠയോടുകൂടി മനസ്സിനെ ഏകാഗ്രമാക്കി തപസ് ചെയ്താൽ അത് ധ്യാനിക്കാൻ ഈ ഭക്തന്മാർക്കും കഴിയുന്നില്ല. ഒരു ഭക്തനാ, പക്ഷേ പരമാത്മാവിൽ ലയിക്കാൻ, ഈശ്വരനിൽ ലയിക്കണമെങ്കിൽ നമ്മൾ ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കണം, ത്യജിക്കണം. അങ്ങനെയുള്ളവർക്ക് അതായത് ഈ ദൈവരാജ്യം, സ്വർഗം, പരമാത്മാവിൽ ആനന്ദാനുഭൂതി, അത് പരബ്രഹ്മത്തിൽ ചേരണമെങ്കിൽ നമ്മൾ ഇതിനെല്ലാം കൈവിട്ട് മാറ്റിയേ പറ്റൂ. കഴുകി കളയണം ഈ കറ. എന്താണ്, എൻ്റേതെന്നുള്ള ആ ഒരു ചിന്ത മാറണം. എന്നാലേ നമുക്ക് മനസ്സിനെ കടിഞ്ഞാണിട്ട് നിർത്താൻ പറ്റൂ. ആ മനസ്സിൽ നിന്ന് ആ സ്വന്തവും ബന്ധവും മാറ്റണം, മമത. അതിന് ഇവിടെ ഭഗവാൻ ഉപദേശം കൊടുക്കുന്നു. ഇതിൽ ആ ഉപദേശം നമുക്ക് പഠിക്കാം, ഇവിടെ ലോകത്തിലുള്ള ഉപദേശവും പഠിക്കാം. ഈ ലോകം ജീവിക്കുന്നതും ഇങ്ങനെ, അതും പഠിക്കണം. ഇത് രണ്ടും ഇതിലുണ്ട്. നമുക്ക് ചിന്തിച്ചെടുത്താൽ ഇത് രണ്ടും ശരിയാണ്. അതാണ് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ എന്ത് പറയുന്നു അർജുനനോട്, എല്ലാം നീ നിഗ്രഹിക്കൂ, നിൻ്റെ മനസ്സിൽ നിന്നൊക്കെ കള. നിഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാത്തിൽ നിന്നും ത്യജിക്കൂ, മനസ്സിൽ നിന്ന് പോക്കൂ എന്ന അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ ഒന്നും കൊല്ലുക എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ആരും ആരെയും കൊല്ലുന്നില്ല, ദുര്യോധനാദികളെയും കൊല്ലുന്നില്ല. നമ്മളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഥയാക്കി ഇട്ടേക്കുന്നത് എൻ്റെ വിചാരം. കാരണം ഇതിങ്ങനെ നമുക്ക് ഉപദേശത്തിൽ തന്നേക്കുന്ന നമുക്ക് പഠിക്കാൻ തന്നൊരു പാഠമാണ്. ഓരോ ഉദാഹരണങ്ങൾ തന്നാന്നല്ലേ നമ്മുടെ സ്കൂളിലും പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ ഇതും അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാത്തിനെയും ത്യജിക്കുക, നിഗ്രഹിക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക, കൊല്ലുക എന്ന് പറയാൻ എന്താ, ഇന്ദ്രിയങ്ങളെ കൊന്നു കളഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ നമ്മുടെ ശരീരത്തിൽ പിന്നെ ഇന്ദ്രിയങ്ങൾ കാണുമോ? അതുകൊണ്ട് നമ്മുടെ ദേഹം പോകുമ്പോഴേ നമ്മുടെ ഇന്ദ്രിയങ്ങളും പോവുള്ളൂ. അതിനെ ത്യജിക്കുക എന്ന് പറയാൻ അതിനെ ചിന്തിക്കേണ്ട, അത് അവിടെ എവിടെയെങ്കിലും കിടന്നോട്ടെ, അത് പറഞ്ഞത്തോട് നമ്മൾ പോകണ്ട. ഒന്ന് കാണുമ്പോഴും ആഗ്രഹം വേണ്ട.
എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുക. അതാണ് നിഗ്രഹിക്കുക എന്ന് പറയുന്നത്. മനസ്സ് എടുത്തിയാടി ഓടണ്ട. എവിടെയെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ എന്താന്ന് പറയും, അയൽവക്കത്ത് എന്തെങ്കിലും സൗണ്ടോ എന്തെങ്കിലും ബഹളം കേട്ടാൽ ഉടനെ മനസ്സ് അതെന്താ അവിടെ കേൾക്കുന്നേ, ഉടനെ കാത് അങ്ങോട്ട് ശ്രദ്ധിക്കും. മനസ്സ് പറയുന്നോ അവിടെ, ഉടനെ കാത് എന്താന്ന് ശ്രദ്ധിക്കും, കണ്ണുകൊണ്ട് നോക്കാൻ ശ്രദ്ധിക്കും. ഇതിൻ്റെ ആവശ്യമുണ്ടോ ഒരു ഭക്തന്? നമുക്ക് ഭക്തൻ്റെ കാര്യം നോക്കി ഏകാഗ്രമാക്കിയിട്ടൊന്ന് ഭഗവാന് പുരാണങ്ങളും വായിച്ച് ധ്യാനിച്ച് ഈശ്വരനെ ചേർന്നിരിക്കുകയല്ലേ ഒരു ഭക്തന് വേണ്ട വയസ്സ് കഴിയുമ്പം. 50-60 വയസ്സ് കഴിഞ്ഞാൽ അതാണ് ഇതിൽ പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് വേണ്ടുന്നത് ചെയ്തേ വെക്കൂ. വയറിന് വേണ്ടുന്നത് നമ്മൾ ചെയ്ത് അധ്വാനിച്ച് മക്കളെ വളർത്തണം, എല്ലാം നോക്കണം. ഭർത്താവിന് ഭാര്യയെ നോക്കണം, ഭാര്യയ്ക്ക് ഭർത്താവ് നോക്കണം. ഒരു പരുവം കഴിഞ്ഞ് നമുക്ക് ഗവൺമെൻറ് പെൻഷൻ നിശ്ചയിക്കുന്ന 60 വയസ്സ് വരെയാണ്, കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ പെൻഷനായി. പിന്നെ മക്കൾക്ക് വേണമെങ്കിൽ വല്ലതും ചെയ്തു തരിക, നമ്മൾ തിന്നുക. അത് മക്കൾ നമ്മളവിടെ ഇല്ലേ, നമ്മളാൽ ഒക്കെന്ന് ചെയ്ത് നമ്മൾ ജീവിക്കുക, ആവുന്നവർ ചെയ്ത് ജീവിക്കുക, അതേ പറ്റും. അല്ലെങ്കിൽ മക്കളെ കൂടെ പോയി നിൽക്കുക. പിന്നെ ഈശ്വരൻ എന്താ പറയുക, ഒരു ഭക്തനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ഈശ്വരൻ നോക്കിക്കൊള്ളും. ഒറ്റയ്ക്ക് നിന്നാലും ഭഗവാൻ അവരുടെ കാര്യം നോക്കി ഈശ്വരനോട് ചെയ്ത് കൊടുക്കും. ഒരുവിധം എല്ലാം സഹായിച്ചു കൊടുക്കും. എന്താ, ആ ഭക്തന് ചെയ്യാൻ വയ്യ എന്ന് ഈശ്വരൻ അറിയാം. അപ്പോൾ ഭഗവാൻ നമ്മളെ ഉള്ളിലിരുന്ന് വേണ്ടുന്നത് ചെയ്തു തരും, വേണ്ടുന്നത് നമുക്ക് ചെയ്തു തരും. അതാണ് ഈശ്വരൻ്റെ കാരുണ്യം. അത് ഒരു ഭക്തനോട് ഭഗവാൻ കാണിക്കുക. എന്തിനാ മറ്റുള്ളവരെ ത്യജിച്ചത്, എന്തിനു വേണ്ടിയിട്ടാ? ഈശ്വരങ്ങൾ ചേരാനാ. അതുകൊണ്ട് സഹായിക്കും, അല്ലാതെ സഹായിക്കത്തില്ല. പരമാത്മാവിൽ ലയിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ ഈ ഭക്തൻ ഒറ്റയ്ക്കായാലും എങ്ങനെയാലും ഇവിടെ കഴിയുന്നത്. ആ ഭക്തന് ആരോഗ്യക്കുറവുണ്ട്, വയസ്സായി, അതുകൊണ്ട് വാദമുണ്ട്, വിഷമമുണ്ട്. അങ്ങനെയുള്ളൊരു ഭക്തനെ ഭഗവാൻ സഹായിച്ച് തന്നെ, കണ്ണാ എനിക്കിന്ന് ചായ ഇടാൻ പോലും വയ്യല്ല കണ്ണ, എങ്ങനെ നമ്മൾ കുടിക്കും മക്കളെ എന്ന് നമ്മൾ പറയുമ്പോൾ ആ മക്കളെന്ന് പറയുന്നത് ആ കണ്ണൻ നമുക്കൊരു മകനാ. ആ മകൻ അപ്പോഴെന്ത് ചെയ്യും, അറിയാതെ നമ്മളങ്ങ് പൊങ്ങിയെഴുന്നേക്കും. എന്നിട്ട് എത്ര പെട്ടെന്ന് ആഹാരം പാചകം ചെയ്തു തരുന്നത്. എന്തുകൊണ്ടാ? ഈശ്വരനുള്ള സ്നേഹം, സ്വന്തം മകനെന്നുള്ള ലാളന. നമ്മുടെ മകനാണ് നമ്മുടെ കണ്ണൻ. ഭഗവാൻ കൃഷ്ണൻ നമുക്ക് മകനെങ്കിൽ മകൻ, അതല്ല ഭഗവാൻ പിതാവാണെങ്കിൽ പിതാവ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് അങ്ങനെ ഒരു ഭക്തനോട് ചേർന്ന് ഭഗവാൻ ചെയ്തെല്ലാം തരും. അത്രമാത്രം ഭഗവാൻ ഭക്തൻ്റെ ദാസനാകുന്ന പറഞ്ഞ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ തീരെ വയ്യാതെ ഇവിടെ കിടന്നിട്ടുണ്ട്. അങ്ങനെ കിടന്ന് ഞാൻ മരുന്നിനൊന്നും പോയിട്ടില്ല എന്നൊന്നും, ചുമയും അപ്പം എങ്ങനെ ഒന്ന് പൊങ്ങാൻ വയ്യ കിടക്കും. പക്ഷേ പൊങ്ങി ഈ 2-2.5 വർഷം കൊണ്ട് ഈശ്വരൻ എന്നെ മേടിച്ച് പൊക്കുന്നുണ്ട്. എനിക്ക് വേണ്ടുന്നത് ഞാൻ ശരീരം കൊണ്ട് എങ്ങനെയൊക്കെ അവിടെ നിൽക്കുന്നത് മാത്രം, ചെയ്യുന്നതെല്ലാം കണ്ണനാണ്. എന്നിട്ട് വയ്യെങ്കിൽ പോലും ഞാൻ മുടങ്ങാതെ ഈ ഭാഗവതവും ഭഗവത്ഗീതയും രാമായണമൊക്കെ ഇടുന്നത് എങ്ങനെയാ? ഞാനാണോ ചെയ്യുന്നത്? ഞാനെന്ന് വെച്ചാൽ എന്നിലിരിക്കുന്നത് ഞാൻ ചെയ്യുന്നു, പരമാത്മാവ് ചെയ്തു തരുന്നു, അത്രയേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? ഈശ്വരനെ നിലനിർത്തുന്നത് കൊണ്ടാണ്. നമുക്ക് ഈശ്വരനാണ് വലുത്, അതിൽ കവിഞ്ഞ് വേറൊന്നും തന്നെ ഇല്ല എന്നുള്ള മനോഭാവത്തിൽ ഭഗവാനുള്ള ഭക്തിയും വിശ്വാസവും ആ ഉറപ്പും ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തന് ഭഗവാൻ ഒരിക്കലും കൈവിടത്തില്ല. എല്ലാ കാര്യവും നമുക്ക് ഒന്നിനും മുട്ടും ഉണ്ടാവത്തില്ല. മുന്നേ കരുതി തരും. എല്ലാ വീടുകളിലും എത്ര നാളത്തേക്ക് മുന്നേ കരുതുന്നെങ്കിൽ അതിൻ്റെ 4 മടങ്ങ് നമുക്ക് വേണ്ടി മുന്നേ കരുതി വെക്കുന്ന ഭഗവാനാണ്. മറ്റുള്ളവരെക്കാളിലും കൂടുതൽ നമുക്ക് വേണ്ടി കരുതി വെക്കും. ഇന്ന് മറ്റുള്ളവർക്ക് 1 മാസത്തേക്ക് കരുതി, നമുക്ക് 4 മാസത്തേക്ക് ദൈവം കരുതി വെച്ച് തരും. അതാണ് ഈശ്വരൻ. പിന്നെ നമുക്ക് മുട്ടണോ? അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്താ കാരണം? ഈശ്വരനെ അറിഞ്ഞാൽ ദൈവം എല്ലാം അങ്ങനെയാണ്. ഒരു ഭക്തൻ കഴിഞ്ഞിട്ടേ ഭഗവാൻ മറ്റാരും ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം. ബാക്കിയുമൊക്കെ അടുത്ത ഈശ്വരൻ അനുവദിക്കുന്നെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെച്ചങ്ങ് മറന്നുപോയത്. നമുക്ക് അടുത്ത പ്രാവശ്യം പിന്നെ ഇത് ഇടാം. എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നു മക്കളെ? കമൻസ് ചെയ്യൂ.